ഹായ്, റാഗി ഉണ്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്തൊക്കെ പഞ്ഞപ്പുല്ല്, അതുപോലെ വെറും പുല്ല്, അങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതുകൊണ്ട് കുറുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ, ആ ഒരു പുല്ലാണ്, റാഗിയാണ്. നമ്മുടെ അയണ് കൂടുതലുള്ളൊരു ധാന്യമാണ്. അത് കാരണം തന്നെ ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ബ്ലഡ് വെക്കാനും അയൺ സംബന്ധമായിട്ടുള്ള എല്ലാ എല്ലിനും ബലത്തിനും എല്ലാവർക്കും, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇത് കഴിക്കാൻ നല്ലതാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങള് 4 ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. റാഗിപ്പൊടി 2 കപ്പ് റാഗിപ്പൊടി, തേങ്ങ 2 കപ്പ്, 2 ടീസ്പൂണ് നെയ്യ്, 4 അച്ച് വെല്ലം, അതായത് 4 കട്ടയായിട്ട് വരില്ലേ, അത് 4 കട്ട ശർക്കര, അത് ഒന്ന് ഇടിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. റാഗി പുല്ലെന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കാനൊക്കെ എടുക്കില്ലേ, ആ പുല്ലാണ്. ഇങ്ങനെ തന്നെ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ളത് ഒന്ന് കഴുകി ഉണക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ വീട്ടില്. അതല്ല, ഇപ്പൊ പാക്കറ്റിലായിട്ട് റാഗി പൊടിയായിട്ട് വരുന്നുണ്ട്. ആ പൊടി ആയാലും എടുത്താലും മതി. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റാഗി പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യണത്. ആ പൊടി നമ്മളൊന്ന് ചൂടായിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് വേറെ വേവിക്കണമൊന്നുമില്ലല്ലോ, അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യണില്ല. അപ്പൊ ആ പൊടിയുടെ ഒരു പച്ചപ്പ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് പൊടി ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഒന്ന് ചൂടായി വരണം, അതുപോലെ ആക്കാം. ഒരു 3-4 മിനിറ്റ് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുക. നമ്മളിത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യ് കൂട്ടണ്ട, എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു ഇപ്പൊ റാഗിയുടെ ഒരു ചെറിയൊരു പൊടിയുടെ ഒരു കുത്ത് പോലെ ഉണ്ടാവില്ല, ആ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കണത്. നെയ്യ് 2 ടീസ്പൂൺ തന്നെ മതി ഈ ഒരു അളവിന്. എന്നാ ഒരു നെയ്യിന്റെ മണം വരാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കുക. നെയ്യ് ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കുക. നമ്മൾ വില കട്ടയൊക്കെ ആയിട്ട് നെയ്യായിട്ട് നിൽക്കണമെങ്കിൽ അതൊക്കെ നന്നായി ഉടച്ചു കൊടുത്തിട്ട് ഇളക്കുക. ഇതിനകത്ത് ഏകദേശം ആയുണ്ട്. നമ്മളിത് ചൂടാറാനായിട്ട് വെക്കുകയാണ്. നമ്മുടെ പൊടി ആക്കി വെച്ചത് ചൂടൊക്കെ ആറിയുണ്ട്. ഇനി നമ്മളിത് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കാനാണ് പോണത്. ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു മിക്സി ജാർ എടുത്തിട്ട്, നമ്മുടെ പൊടിക്കണ ജാർ എടുത്തിട്ട് അത് അതിലുള്ള ജലാംശമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വേണം. അപ്പൊ അതില് എല്ലാം കൂടി ഒരുമിച്ച് അടിക്കണ്ട, കുറച്ച് ഇട്ടിട്ട് പൊടി കുറച്ചിടുക, അതേപോലെ തേങ്ങ കുറച്ചിടുക, ചെറിയ വെച്ച് തേങ്ങ കുറച്ചിടുക, ശർക്കര ഇതുപോലെയാണ് എടുത്തിരിക്കണേ. ഒന്ന് ആ വെള്ളം ഒന്ന് ഇടിച്ചിട്ടാണ് വെച്ചിരിക്കണത്. എന്താണെന്ന് വെച്ചാൽ മുഴുവനായിട്ട് ഇട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജാറ് കേടാവും, പിന്നെ പൊടിയാനും കുറച്ച് താമസം പിടിക്കും. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ഇടിച്ച് ഇട്ടുകയാണെങ്കിൽ നമുക്ക് സൗകര്യത്തിന് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ആ ഒരു മധുരത്തിന്റെ ഒരു വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. മധുരത്തിന്റെ ഒരു ഇത് ലെവലാവാൻ വേണ്ടിയിട്ട്, മധുരം മുന്നിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് ഇനി ഓരോന്ന് ഇതിങ്ങനെ മുഴുവൻ അടിച്ചെടുക്കാം. ഒരു ഇത് അടിച്ച് കിട്ടും. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഇടുക എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും ഓരോ നുള്ളു ഉപ്പിടണ്ട, നമ്മൾ മൊത്തത്തിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളിത് ചെറിയ ഉണ്ടകളാക്കി എടുക്കുകയാണ്. നമുക്ക് കുട്ടികൾക്ക് ചോക്ലേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനോ, അപ്പൊ അവർക്ക് അത് ഹെൽത്തി ആയിട്ട് ഇത് കഴിക്കണത് നല്ലതുമാണ്. ഇങ്ങനെ ചെറിയ ബോളാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച ഒരാഴ്ചയൊക്കെ ആയിരിക്കും. നമ്മളെല്ലാതും ഇങ്ങനെ ഉരുട്ടി ബോളാക്കിയിട്ട് എടുക്കുക. ഉണ്ട റെഡി.
നമുക്ക് ഈസി ആയിട്ട് കണ്ടില്ലേ എന്തൊരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ പിള്ളേർക്കൊക്കെ ഉച്ചതിരിഞ്ഞിട്ടായാലും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇരിക്കും. പുറത്താണെങ്കിൽ ഇപ്പൊ 2 ദിവസം തേങ്ങയുള്ള കാരണം 2 ദിവസമൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ നമുക്കിതില് എന്താ ലാസ്റ്റ് ഉരുട്ടെടുത്തതിൽ ഞാൻ കുറച്ച് വെളുത്ത എള്ള് വെച്ചിട്ടുണ്ട്. വെറുതെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേണമെന്നൊന്നുമില്ല. ഒരു കളർ വരുമ്പോൾ കുട്ടികൾക്ക് ഇത് രണ്ട് തരം കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കളർ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു ആകാംക്ഷത എന്താവും അങ്ങനെ വിചാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രസത്തില് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ്സ് പറയാം. നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ ബൈ.